لينظر كيف تعملون. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم. فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, ആദരണീയരായ മഹല്ല് കാരണവന്മാരെ, പ്രിയങ്കരരായ മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ നാം ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആത്മീയമായി പുരോഗതി കൈവരിക്കാനും നാളെ പരലോകത്ത് വിജയം വരിക്കാനും ഉതകുന്ന സദസ്സായി ഈ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരോടൊന്നിച്ച് ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. മാസാന്തം ഇവിടെ സംഗമിക്കാറുള്ള ഈ ആത്മീയ മജ്‌ലിസ് പരിശുദ്ധ റമളാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു സദസ്സ്. ഇതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കത്തെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു ഉത്ബോധനമാണ് വളരെ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖൈറുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വന്ന ആൾക്കാർക്ക് ലേശം മുന്നോട്ട് കയറിയാൽ ഇനി വരുന്നവർ കുറച്ചുകൂടി സൗകര്യം. ഈ സൈഡിൽക്കൊക്കെ ഇരിക്കാം. അല്ലാഹുവിന്റെ വളരെ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ സവിശേഷകരമായ ഒരിടമാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി. ഇതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ ഈ ഭൂമിയിൽ വേറെയുമുണ്ട്. മനുഷ്യൻ മാത്രമല്ല ഭൂമിയിൽ താമസിക്കുന്നത്, ഇതര ജീവജാലങ്ങൾ ധാരാളമായി നമ്മോടൊപ്പം ഈ ഭൂമിയിൽ കഴിയുന്നു. വേറെ ഒരുപാട് വിഭവങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരായ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇതര ഗോളങ്ങളിലേക്കൊന്നും വിടാതെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചത്? വേറെ വിശാലമായ ലോകമുണ്ടല്ലോ ഇവിടെ. ഭൂമിയിലേക്ക് നമ്മളെ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചയച്ചു? ഈ അന്വേഷണത്തിന്റെ ഉത്തരം ഇസ്ലാം നൽകുന്നുണ്ട്. പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അനേകായിരം ജീവജാലങ്ങളെ പടച്ചപ്പോൾ മനുഷ്യരൊഴികെയുള്ള എല്ലാ ജീവികളെയും സസ്യങ്ങളെയും മറ്റ് വിഭവങ്ങളെയും ഒക്കെ മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചതാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. മനുഷ്യരെ, ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല. എന്നാൽ മനുഷ്യരായ നമ്മെ ഈ ഭൂമിയിൽ അല്ലാഹു ആർക്ക് വേണ്ടി പടച്ചതാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
മനുഷ്യനെ അള്ളാഹു പടച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അഥവാ ഈ ഭൂമിയിൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ചും സാന്നിധ്യത്തെ സംബന്ധിച്ചും വിളംബരപ്പെടുത്തേണ്ടത് ആരാ? നമ്മളെ കടമയാണ്. അത് വേറെ ജീവികൾക്കൊന്നും ബാധ്യതയില്ല. അവരൊക്കെ അള്ളാഹ് പടച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മളെ അള്ളാഹുവിന് വേണ്ടി പടച്ചു. അവനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഇവിടെ വിളംബരം ചെയ്യണം. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ നടത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് മനുഷ്യനെ സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ അള്ളാഹുവിനെ വിളംബരപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിന്റെ നിഖില മേഖലകളും അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ ക്രമപ്പെടുത്തി അള്ളാഹിനെ വഴിപ്പെട്ട് ജീവിക്കുക. ഇതിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഈ ദൗത്യം നിർവഹിക്കേണ്ടതുള്ളൂ. ഒരുപാട് കാലം ഇവിടെ വന്ന് അള്ളാഹിനെ പരിചയപ്പെടുത്തുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രം നമ്മൾ ആ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത കാലം നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ വലിയൊരു സമ്മാനം നമുക്ക് തരും. ആ സമ്മാനം ഓൾറെഡി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനി ഉണ്ടാക്കാനുള്ളതല്ല, അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ സമ്മാനം. ഏതാണ് ആ സമ്മാനം? അത് സ്വർഗമാണ്. സ്വർഗമാകുന്ന സമ്മാനം അത് അള്ളാഹു നൽകാൻ തീരുമാനിച്ചത് ഈ ഭൂമിയിലെ ഹ്രസ്വമായ ഒരു കാലഘട്ടം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാണ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് എന്നും നമ്മൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി രാത്രിയിൽ നമുക്ക് ഓതാൻ പ്രത്യേകം നിർദ്ദേശിച്ചു തന്ന അധ്യായങ്ങളിൽ ഒന്നാണ് സൂറത്ത് തബാറക. അൽ മുൽക്ക് എന്നൊക്കെ പേരിൽ നമുക്ക് പരിചയമുള്ള ആ അധ്യായത്തിന്റെ ആദ്യത്തെ ആയത്തു തന്നെ ഇത് നമ്മളെ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ അധികാരങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ്. ആ അല്ലാഹു എത്ര ഖൈറും ബറക്കത്തുമുള്ളവനാണ് എന്ന ആമുഖം കൊണ്ട് തുടങ്ങിയിട്ട് അല്ലാഹു വലിയൊരനുഗ്രഹത്തെ സംബന്ധിച്ച്, ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് പറയുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് ഇത്രയും വലിയ അധികാരമുള്ള അല്ലാഹു? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ്. ശരിക്ക് നമ്മൾ വിചാരിക്കണ ക്രമനുസരിച്ച് എങ്ങനെയാ പറയേണ്ടത്? ജീവിതവും മരണവും അല്ലേ? ജീവിച്ചിട്ടല്ല മരിക്കണം. പക്ഷെ അല്ലാഹു തആല പറയുന്നത് എന്താ? മരണവും ജീവിതവും പടച്ചവനാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം പണ്ഡിതന്മാര് പറയുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതം പരാമർശിക്കാൻ മാത്രമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മരണവും അതിനുശേഷം വരുന്ന അനന്തമായ ജീവിതവുമാണ് ഇവിടെ പരാമർശം. കാരണം എന്താ? മരണാനന്തര ജീവിതത്തിലേക്ക് ഭൗതിക ലോകത്തെ ജീവിതത്തെ ചേർത്തു വച്ചാൽ അത് വലിയ കടലിൽ നിന്ന് ഒരു സൂചി മുന കൊണ്ട് അല്പം വെള്ളം കോരിയെടുത്താൽ സൂചി മുനത്തൊമ്പിൽ എത്ര വെള്ളം ഉണ്ടാകും, കടലിലെ വെള്ളം എത്ര ഉണ്ടാകും? ഇത് രണ്ടും പോലെയാണ് മരണാനന്തരമുള്ള ജീവിതവും ദുനിയാവുള്ള ജീവിതവും തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് ഇത് പറയാൻ മാത്രമല്ല. അപ്പൊ ഈ ആയത്തിന്റെ സാരം എന്തായി? കുറഞ്ഞ കാലം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്ന് പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് വിധേയരാക്കുക.
എന്താ പരീക്ഷ? അയ്യുക്കും അഹ്സനു അമല, നല്ല വിശ്വാസം സ്വായത്തമാക്കിയതിന് ശേഷം തിന്മയേക്കാൾ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഇതാണ് പരീക്ഷയുടെ റിസൾട്ട് വരേണ്ടത്. ഈമാൻ ക്ലിയറാക്കിയിട്ട് തെറ്റുകുറ്റങ്ങളെക്കാൾ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യണം. അത് ചെയ്താൽ ഈ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കും. വിജയിച്ചാലോ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തീർച്ചയായും വിശ്വാസം കുറ്റമറ്റ രീതിയിൽ ഉൾക്കൊള്ളുകയും സുകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് സർവ്വ സൗകര്യങ്ങളുമുള്ള സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അളീം. ആ സ്വർഗം ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയികളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിനെന്തു വേണം? കറകളഞ്ഞ വിശ്വാസവും അതോടൊപ്പം പുണ്യകർമ്മം. ആ സമ്മാനം അല്ലാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു എന്ന് മാത്രല്ല, ചെറിയ പെരുന്നാളിന്റെ ദിവസമായി കഴിഞ്ഞാൽ അഥവാ റമളാൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ, അന്ന് മുതൽക്ക് ഈ സ്വർഗലോകം അല്ലാഹു അലങ്കരിക്കാൻ തുടങ്ങുകയാണ്. അതിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിന്റെ മോടി കൂട്ടുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? 11 മാസങ്ങൾ കഴിഞ്ഞ് വരാൻ പോകുന്ന റമളാനു ശരീഫിനെ സ്വാഗതം ചെയ്യാൻ. നോക്കണം നിങ്ങൾ, സ്വർഗമാകുന്ന ലോകത്തെ അല്ലാഹു 11 മാസം അലങ്കരിക്കുന്നു വരാനിരിക്കുന്ന റമളാനിനു വേണ്ടി. മാത്രമല്ല, റമളാൻ എന്ന മാസം അങ്ങ് സമാഗതമായാലോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ. പിന്നെ ആ മാസത്തിലതാ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതടക്കുന്ന ഒരു സെക്കൻഡ് പോലുമില്ല. റമളാനിൽ സ്വർഗത്തിന്റെ വാതിലടക്കാതെ എന്തിനാണത് തുറന്നു വെച്ചിരിക്കുന്നത്? അതൊരു വലിയ സന്ദേശമാണ്. ഇത് സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന മാസമാണ്. ഈ സമ്മാനം നേടാൻ ആഗ്രഹമുള്ളവർക്ക് കയറി വരാനുള്ള അവസരമാണ് റമളാൻ. അതേ സമയത്തു തന്നെ അതാ റമളാൻ മാസമായി കഴിഞ്ഞാൽ നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുകയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? ഇതാളുകൾ നരകത്തിൽ പോകേണ്ട മാസമല്ല, ഇത് സ്വർഗത്തിൽ കടക്കേണ്ട മാസമാണ്. അതുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറന്ന് നരകവാതിലുകൾ അടച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കൃതമായ സ്വർഗത്തിലേക്ക് അതാ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് റമളാനായ. അതുകൊണ്ട് തീർന്നില്ല. ഒരു അനൗൺസറെ അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് റമളാനായ. ആദ്യത്തെ ദിവസം മുതൽക്ക് ആ മാലാഖ ലോകത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് അനൗൺസ് ചെയ്യുകയാണ്, യാ ബാഗിയൽ ഖൈർ, ഓ നന്മയാഗ്രഹിക്കുന്ന മനുഷ്യ, അഖ്ബിൽ, നീ മുന്നോട്ട് വരിക. നിനക്ക് വിജയിക്കണമെന്ന് ബോധ്യമുണ്ടോ? കടന്നു വരിക, കടന്നു വരിക. യാ ബാഗിയ ശർർ, തിന്മയുടെ ഉപാസകനായ മനുഷ്യ, അഖ്സിർ, അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇതാ അല്ലാഹു സ്വർഗം തുറന്നു വെച്ചിരിക്കുകയാണ്, നരകം അടച്ചിട്ടിരിക്കുകയാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാസമാണ്. റമളാൻ തീരുന്നത് വരെ ആ മലക്ക് ഈ അനൗൺസ്മെന്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ആശ്രിത വത്സലനാണ്. അല്ലാഹുവിന്റെ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് അല്ലാഹു. നമ്മളൊക്കൊന്ന് നന്നായി സ്വർഗത്തിന്റെ അവകാശികളായി തീരണമെന്ന് അള്ളാഹ്ക്ക് വലിയ താല്പര്യമുണ്ട്. അതിന് അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മളൊന്നായി കിട്ടാൻ വേണ്ടി അല്ലാഹു തആല താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്ന് മനസ്സ് കൊടുത്താൽ മതി. അത് നമ്മൾക്ക് വിട്ടു എന്നതാണ്. അതിന് മനസ്സ് തരികയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെ വിജയിപ്പിക്കും. എത്രയാണ് പടച്ചവന് നമ്മളൊന്ന് നന്നായാലുള്ള സന്തോഷം. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അല്ലാഹു അവന്റെ ഒരടിമ തൗബ ചെയ്ത് നന്നായി തീരുന്നതിൽ എത്രമാത്രം സന്തുഷ്ടനാണെന്നതിനൊരു ഉദാഹരണം പറയാം. അവിടുന്ന് പറയുകയാണ്, ഒരു യാത്രക്കാരൻ ഒട്ടകപ്പുറത്ത് വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ച് ക്ഷീണം ബാധിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്തതാ ആ യാത്രക്കാരൻ ഇനി യാത്ര തുടരാൻ കഴിയില്ലെന്ന് തീരുമാനിച്ച് ഒരു ചെറിയ പച്ചപ്പ് കണ്ടപ്പോൾ ആ മരുപ്പച്ചയിൽ അയാൾ വിശ്രമിക്കാനിരുന്നു. അല്പം ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ട് അയാൾ അങ്ങ് ഉറങ്ങിപ്പോകുകയാണ്. ഉറങ്ങി അല്പം കഴിഞ്ഞ് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന വാഹനം കാണുന്നില്ല. ഒട്ടകം എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം അതിന്റെ പുറത്താണ്, കഴിക്കാനുള്ള ഭക്ഷണം അതിന്റെ മേലെയാണ്, യാത്രക്കുള്ള എല്ലാ സാമഗ്രികളും ആ ഒട്ടകപ്പുറത്താണ്. ആ മനുഷ്യനാകെ പേടിച്ചരണ്ടുപോയി. ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോ കണ്ണെത്താത്ത മരുഭൂമിയാണ്. ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് കാലെടുത്ത് വെച്ചുപോയാൽ ആ കാലെടുത്ത് പിന്നെ നടക്കാൻ കഴിയില്ല, പൊള്ളിപ്പോകും. അതേ സമയത്ത് ഈ മരുഭൂമിയിൽ തന്നെ നിന്നാലോ അതിശക്തമായ ചൂട് കാരണം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഇനി വേറെ ഒരു മാർഗമില്ല. നിരാശനായി ക്ഷീണിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന ആ മനുഷ്യൻ പിന്നെയും അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, നഷ്ടപ്പെട്ടു പോയ ആ മൃഗം തന്റെ എല്ലാ യാത്രാ സാമഗ്രികളോടുമൊപ്പം അയാളെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെ നമുക്ക് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. എത്രയാണ് അയാളുടെ സന്തോഷം. എന്നാൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനേക്കാൾ വലിയ സന്തോഷം കാണിക്കുന്നവനാണ് അവന്റെ പാപിയായ ഒരടിമ നന്നായി തീരാൻ മുന്നോട്ട് വരുന്ന സമയത്ത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അങ്ങനെ പടച്ചവനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സുവർണ അവസരമാണ് നമ്മുടെ പടിവാതിലെത്തി നിൽക്കുന്നത്. മഹാനായ സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. മഹാനവറുകൾ പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസ് കാണാം. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ബറക്കത്താക്കപ്പെട്ട ശഅബാൻ മാസത്തിന്റെ ഒരവസാന രാത്രിയിൽ, ഒരവസാന ദിവസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. ആ പ്രസംഗത്തിൽ മാറ്റത്തിന്റെ മാസമായ ഒരു മനുഷ്യന് നന്നായി തീരാനുള്ള പരിശീലന കളരിയായ റമളാൻ മാസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആമുഖമായി അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, അത് അളല്ലക്കും ശഹ്റുൻ അളീം, ഇതാ നമ്മളെ തൊട്ടു മുമ്പിൽ അതിമഹത്വമേറിയ ഒരു മാസം സമാഗതമായിരിക്കുകയാണ്. വളരെ മഹത്വമുള്ള മാസമാണ്. ആ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യമാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ മാസത്തിൽ ഒരു രാത്രിയും 1000 രാത്രിയേക്കാൾ ആ മാസത്തിന് മഹത്വമുണ്ട് എന്നല്ല പറയുന്നത്. 1000 മാസത്തേക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക് മഹത്വമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏകദേശം 83 കൊല്ലത്തോളം ഉള്ള മഹത്വം. 83 കൊല്ലക്കാലം നമ്മൾ ഇബാദത്ത് ചെയ്താലുള്ള പ്രതിഫലം, ആ രാത്രി ഇബാദത്ത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന അത്രയും വലിയ ഒരു മാസമാണ്. അവിടെ തന്നെ നബി പറഞ്ഞത് ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസത്തിന്റെ മഹത്വമുണ്ട് എന്നല്ല, 1000 മാസത്തേക്കാൾ മഹത്വമുള്ളത് എന്നാണ്. ഇവിടെ ചില പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, അറബ് അക്കങ്ങളിലെ ടോപ്പ് സംഖ്യയാണ് അൽഫ്, 1000 എന്നത്. അതിന്റെ മേലെ വേറെ സംഖ്യയില്ല.
ഇനി നമ്മളെ ഈ ലക്ഷവും കോടിയൊക്കെ പറയണമെങ്കിൽ അറബിയിൽ എന്ത് പറയണം? അൽഫ് അൽഫ്. അങ്ങനെ പറഞ്ഞ് അൽഫുമെന്ന് തന്നെ പോലെ ഏറ്റവും മേലുള്ള സംഖ്യയാണ് ഈ അൽഫ്. അതുകൊണ്ട് ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം എന്താ? എണ്ണമറ്റ മഹത്വമുള്ള മാസം. അതിനൊരു 1000 ഒതുക്കാൻ പറ്റില്ല, ചുരുങ്ങിയത് 1000 ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതിനേക്കാൾ എന്ന് നിബിധങ്ങൾ പറഞ്ഞ ആ കാൾ എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അത്ര മഹത്വമേറിയ ഒരു മാസമാണ് ഇതാ നിങ്ങളെ തൊട്ടു മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ ശഅബാനിന്റെ ഒരവസാനത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാന്റെ ഹബീബ് നടത്തിയ പ്രസംഗമാണ്. എന്നിട്ട് ആ മാസത്തെ പരിചയപ്പെടുത്തി അവിടുന്ന് പറയുന്നത് എന്താണ്? ആ മാസത്തിൽ ഫറളല്ലാഹു സിയാമാ, ആ മാസത്തിൽ നോമ്പിനെ അള്ളാഹ് നിർബന്ധമാക്കിയിരിക്കുന്നു. നോമ്പ് നിർബന്ധമാക്കി. എന്തിനാ നോമ്പ്? നമുക്ക് തൗബ ചെയ്ത് നല്ലവരായി സ്വർഗമാകുന്ന സമ്മാനം നേടാൻ നമ്മള് മാറ്റത്തിനൊരുങ്ങണം. മാറേണ്ടത് എവിടെയാണ്? നമ്മളെ വേഷത്തിലോ സംസാരത്തിലോ മാത്രമല്ല, അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കപ്പെടേണ്ടത് ഹൃദയാന്തരങ്ങളിൽ നിന്നാണ്. മനസ്സിന് മാറ്റം വരണം. കാരണം എന്താ? മനുഷ്യ ശരീരത്തിന്റെ രാജാവ് അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ മനോഭാവങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. നല്ല മനോഭാവം ഉണ്ടായാൽ നമ്മൾ നന്നാവും, ചീത്ത മനോഭാവമാണെങ്കിലോ നമ്മൾ മോശമാവും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാളെ മനസ്സ് നിറയെ ക്രിക്കറ്റ് ആണ് എന്ന് സങ്കല്പിക്കും. അതിനോടൊരു ഭ്രമം വന്നാൽ അത് തന്നെ പറയുകയും അത് ചിന്തിക്കുകയും ഒഴിവുണ്ടാകുമ്പോൾ അത് കളിക്കുകയും വെറുതെ ഇരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വായിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ദുനിയാവ് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹുൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അള്ളാഹ് പറഞ്ഞത് സ്പോർട്സ് ആണ്. കുറെ ആൾക്കാർ അതിന്റെ പിന്നിലുണ്ടാവും. ആ ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കും. അവർക്ക് എന്തായിരിക്കും? അവരെ മനോഭാവം എല്ലാം ഈ ക്രിക്കറ്റാണ് മികച്ചു നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവനൊരു കുപ്പായ ഇട്ടിട്ടുണ്ടാവും. എന്ത് കുപ്പായ? ക്രിക്കറ്റ് കളിക്കാരന്റെ കുപ്പായ. അങ്ങനത്തെ ഒരു എന്ന പാൻറ് ഇട്ടിട്ടുണ്ടാവും. അവന്റെ മനസ്സിനെ സ്വാധീനിച്ചത് അവന്റെ സംസ്കാരത്തിലേക്ക് വരും. അവരെ കുപ്പായും പാൻറ് ഇടും. പിന്നെയോ നടന്നിങ്ങനെ പോകുമ്പോൾ ചിലപ്പം ഒരു മുച്ചിങ്ങ കിട്ടിയാൽ മതി, അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പോവും. എപ്പം ബൗൾ ചെയ്യുന്നുള്ള കോലത്തിലാണ്. ചിലപ്പോ എറിഞ്ഞൂടും, വണ്ടിക്കോ മനുഷ്യന്മാരെ തലക്കൊക്കെ പറ്റി. ഇയാള് മനസ്സിന്റെ ഉള്ളിലുള്ള പ്രാവർത്തികമാകും, വേഷത്തിൽ വരും. ഇനി സംസാരത്തിലോ ബസ്സിന്ന് ആരോ ഒന്ന് കിട്ടി. അങ്ങനെ ഉണ്ട് ഇന്നലത്തെ കളി കണ്ടിന്യൂ. അങ്ങനെ തുടങ്ങും, ആദ്യം തന്നെ അതാ തുടങ്ങും. അപ്പൊ മനോഭാവം നമ്മളെ മനസ്സിനെ സ്വാധീനിച്ച സംഗതികളാണ് സംസാരത്തിലൂടെ, വേഷത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ രംഗത്ത് വരിക. അതൊരു എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി ഒരാളെ സ്വാധീനിച്ചത് ഫുട്ബോൾ കളിയാണെങ്കിൽ, അതുമായി തന്നെ ബന്ധപ്പെട്ട് കൂടുന്നവനാണെങ്കിൽ അവന്റെ വേഷത്തിൽ മാറ്റം വരും. ആദ്യം തന്നെ ഒരു നീല വെള്ള കള്ളിയുള്ള കുപ്പായം, പുറത്ത് മെസ്സി എഴുതിയിട്ടുണ്ട്, അല്ലെ വേറെ ഏത് തന്നെ പേരുണ്ടാവും. അത് അവന്റെ മനസ്സിനെ സ്വാധീനിച്ചത് സംസ്കാരത്തിലേക്ക് വരിക. അതുപോലെ മുടി കട്ട് ചെയ്യുന്നിടത്തും ചിലപ്പോ ആ ആൾക്കാരൊക്കെ മുടി നോക്കിയിട്ട് അതിനനുസരിച്ച് മുടി കട്ടാക്കും. പിന്നെയോ നടന്നു പോകുമ്പോഴൊക്കെ ചിലപ്പോ ഗോളടിക്കാനാ ഓങ്ങുക, കാലുകൊണ്ട് ഇങ്ങനെ ഓങ്ങും. എന്തെയൊന്ന് കണ്ടാ തട്ടാൻ നോക്കും. പന്ത് ഇങ്ങനെ മനസ്സിന്റെ കടന്ന് ഇങ്ങനെ കറങ്ങാണേ. പിന്നെ 4 ആളെ കിട്ടിയാൽ എന്തെന്നായിരിക്കും സംസാരം? ഇനിയിപ്പം അമേരിക്കന്റെ എന്താ കോപ്പ വരാൻ പോവാ, അതിനെ സംബന്ധിച്ച് ഇപ്പം വേറെ കുറെ ലാലിയില് എന്തൊക്കെ കഴിഞ്ഞ്. ഇതൊക്കെയാണ് എപ്പോഴും ചർച്ച. ഇങ്ങനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് നമ്മളെ സംസ്കാരത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ വരും. ആ മനസ്സിലേക്ക് ഈ ജീവിതം എന്തിനു വേണ്ടിയാണോ അല്ലാഹു തആല നമുക്ക് അനുവദിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധമാണ് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചതെങ്കിൽ ആ ബോധം നമുക്ക് തരാൻ നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയുടെ വേഷവും ആ മുത്തുനബിയുടെ പ്രവർത്തനവും മുത്തുനബിയുടെ സംസാരവും ഒക്കെ ആയിരിക്കും നമ്മളെ ജീവിതത്തിലൂടെ പ്രകടമാകുക. അങ്ങനെ ആയെങ്കിലേ നമുക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടൂ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയൂ നബിയെ അങ്ങയുടെ ഉമ്മത്തിനോട്,
നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുക. ഞാൻ വസ്ത്രം ധരിച്ചതുപോലെ, ഞാൻ നടന്നതുപോലെ, ഞാൻ സംസാരിച്ചതുപോലെ, ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ മനസ്സിന് ചികിത്സ നടത്തണം. മനസ്സിനെങ്ങനെയാണ് ചികിത്സ നടത്തേണ്ടത്? ആത്മജ്ഞാനികളുടെ നേതാവായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽ അവ്വൽ റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബുൽ അദ്കിയയിൽ നമ്മളോട് പറഞ്ഞു, വത്വരീഖത്തുൻ അഖദും ബിയഹ്വതകൽ വറ വഅസീമത്തുൻ കരിയാളത്തിൻ മുതബത്തിലാ. മനുഷ്യന് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം എന്താണ്? സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഏതാണ്? ആദ്യമായി മഹാൻ പറയുന്നത് അഖദും ബിയഹ്വത, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ, പെരുമാറ്റച്ചട്ടങ്ങളെ സശ്രദ്ധം സൂക്ഷ്മതയോടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്. അള്ളാഹു രണ്ട് ചാർട്ട് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒന്ന് ഹലാൽ, മറ്റൊന്ന് ഹറാം. നമ്മളെ കണ്ണും കാതും മറ്റവയവങ്ങളും എല്ലാം ഹലാലിലേക്ക് തിരിച്ചു പിടിക്കുക, ഹറാമിൽ നിന്ന് മാറ്റിവെക്കുക. അതാ നമ്മളെ കൽബ് നന്നാകാനുള്ള ഒരേ ഒരു വഴി. നാം കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും നാവുകൊണ്ട് പറയുന്നതും നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കും. തീർച്ചയാണ്. അത് തിന്മകളാണോ? തിന്മകളുടെ മാലിന്യ ജലമാണ് നമ്മളെ ഹൃദയത്തിലേക്ക്, മലിന ജലമാണ് ഒഴുകിയെത്തുക. അതേ സമയത്ത് ഇതുകൊണ്ടൊക്കെ നമ്മൾ അല്ലാഹ് പൊരുത്തപ്പെടുന്നതിലേക്ക് മാത്രമാണോ തിരിച്ചു പിടിച്ചതെങ്കിൽ നമ്മളെ ഹൃദയത്തിലേക്ക് നന്മയുടെ ശുദ്ധജലമാണ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ആദ്യം കൽബ് നന്നാവണം. നമ്മൾ നന്നാവാൻ കൽബ് നന്നാവണമെങ്കിൽ എന്തു വേണം? ഇസ്ലാമിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ച് അച്ചടക്കമുള്ളവരായി ജീവിക്കണം. ഇനി രണ്ടാമതായി, നമ്മൾ കുറെ വഴി തെറ്റിപ്പോന്നവരാണ്. ഹറാമ് തന്നെ കാണുന്നവരും പറയുന്നതും കേൾക്കുന്നവരുമാണ്. അല്ലെങ്കിൽ കൂടുതലായി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു പോയവരാണ്. അങ്ങനെ നമ്മളെ കൽബിന് മരവിപ്പ് ബാധിച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞതുപോലെ സുമ്മ ഖസത് ഖുലൂബുഹും, അവരെ കൽബ് കറുത്തിരുണ്ട്, അതിന്റെ ആർദ്രത നഷ്ടപ്പെട്ട് ഊശ്വരാവസ്ഥ അതിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഹൃദയം ഫഹിയ കൽ ഹിജാറ, ഇപ്പം വല്ല കരിങ്കല്ലും പോലെ ആയിരിക്കുകയാണ്. ഔ അശദ്ദു ഖസ്വാ, ചിലരുടേത് അതിനേക്കാൾ കഠിനമായി വല്ലാതെ പരുപരുത്ത അവസ്ഥയിലാണ് മനസ്സുള്ളത്. ആ മനസ്സിന് മാറ്റമുണ്ടാക്കാൻ വഴിയുണ്ട്. മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെല്ലാ പരിപാടിയിലും ഇവിടെ ആലപിക്കുന്ന അവിടത്തെ ബുർദയിൽ പറഞ്ഞത് കാണാം. വന്നഫ്സു കത്തിഫിലിൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വ ഇൻ തുഫ്തിംഹു യംഫതിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. മനുഷ്യന്റെ മനസ്സ് കത്തിഫിലി, ഒരു കുഞ്ഞിനെ പോലെയാണ്, മുല കുടിക്കുന്ന കുട്ടിയെ പോലെയാണ് അത്ര മനുഷ്യന്റെ മനസ്സ്. മുല കുടിക്കുന്ന കുട്ടിയുടെ ലോകമേതാ? മുലപ്പാലാണ്. ഏത് സങ്കീർണമായ പ്രശ്നത്തിനും അവന്റെ അടുത്ത് പരിഹാരം മുലപ്പാൽ കിട്ടിയാലാണ്. അത് കിട്ടിയില്ലേ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അങ്ങനെ മുലപ്പാലുമായി മുല കുടിക്കുന്ന കുട്ടിക്ക് ബന്ധമുള്ളതുപോലെ ഒരുപാട് ശീലങ്ങൾ നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത്ര നമ്മളെ മനസ്സിനെ സ്വാധീനിച്ച തെറ്റുകളും ചീത്ത കാര്യങ്ങളും എമ്പാടും. എന്നാൽ ഇൻ തുഫ്തിംഹു യംഫതിം, മുല കുടിക്കുന്ന കുട്ടിയെ ഒരു 2-3 ദിവസം ചെറിയൊരു പ്രയാസം സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ കഴിയൂലേ? കഴിയും. എന്തെങ്കിലും കയ്പുള്ളത് തേച്ച് ഒരു 2 ദിവസം കൊടുത്താ 3-ാമത്തെ ദിവസം കുട്ടി എന്നെ പറയും, ചീച്ചിയാണിത് വേണ്ടാന്ന് പറയും. ചെറിയൊരു പ്രയാസം ഉണ്ടാവാ. അന്നത്തെ ആ ദുശീലമൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതേപോലെയാണ് നമ്മളെ സ്വാധീനിച്ച എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ ഒരു മുലകുടി നിർത്തുന്ന കുട്ടി സഹിക്കാൻ തയ്യാറായ പ്രയാസം അനുഭവിക്കാൻ നമ്മൾ സന്നദ്ധരാകുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ പറ്റുന്ന
അല്ല, നമ്മള് അത് മാറാൻ ഈ പ്രയാസം സഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലോ ശബ്ബ അലാ ഹുബ്ബിർ റളായീന, മുല കുടിക്കാനുള്ള താല്പര്യത്തോടു കൂടെ തന്നെ മീശ മുളക്കും, പിന്നെ യുവാവാകും. +2 കഴിഞ്ഞാലും ആദ്യം വീട്ടിലെത്തിയാൽ കിട്ടേണ്ട ഉമ്മന്റെ പാലായിരിക്കും. ചോറ് പിന്നെ വേണ്ടി, കാരണം ഇത് അന്ന് നിർത്തണം. 2 വയസ്സാണ്, നിർത്തിയില്ലെങ്കിൽ ആ പൂജ അവിടെ തന്നെ ഉണ്ടാവും. ഇതേ മാതിരിയാ നമ്മളെ മനസ്സിന്റെ അവസ്ഥ. എന്തൊക്കെ നമ്മളെ മനസ്സിനെ മതിച്ചിട്ടുണ്ടോ അതൊക്കെ ചെറിയ ഒരു ചികിത്സക്ക് വിധേയരാവാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അതിനെ വേരോടെ പിഴുതെറിയാൻ കഴിയും. അതിനുള്ള മാർഗമാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത്. അതെന്താണ്? വഅസീമത്തുൻ കരിയാളത്തിൻ മുതബത്തിലാ, അത് ഹൃദയം കൊണ്ട് ഉറച്ച നിലപാടെടുക്കലാണ്. തീരുമാനെടുക്കാൻ കഴിയണം മനസ്സുകൊണ്ട് ഉറച്ച, എന്നാ മാറ്റം. എന്നിട്ട് എന്തു വേണം? കരിയാളത്തിൻ മുതബത്തില, ആ തീരുമാനം അനുസരിച്ച് കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന പരിശീലനത്തിനും തയ്യാറാകണം. എന്നാൽ നമ്മൾ ശീലിച്ച, ഒഴിവാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കാത്ത ഒരുപാട് ദുസ്വഭാവങ്ങൾ നമ്മളൊക്കെ പിടികൂടിയിട്ടുണ്ട്. വ്യഭിചാരം അതൊരു ഹരമായി മാറി, പക്ഷെ മനസാക്ഷി കുത്തുണ്ട് ഇത് ഹറാമാണ്. ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ട്, സാധിക്കാതെ വീണ്ടും വീണ്ടും അതിൽ ചെന്ന് ചാടുന്നു. മദ്യപാനം ശീലമാക്കി അന്നേതോ കൂട്ടുകാരന്റെ കെണിവലയിൽപ്പെട്ടതാണ്. പലപ്പോഴും അതിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളെ ഓർത്ത് പടച്ചവനെ ഇതിൽ നിന്നൊന്ന് മാറണല്ലോ എന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു അങ്ങനെ അകപ്പെട്ടു പോയവരൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പലർക്കും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? അവരെ കൽബിനെ കൊണ്ട് അത് തീരുമാനെടുപ്പിക്കാൻ കഴിയാതെ പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ. അതിൽ നിന്നൊക്കെ മാറാൻ ഹൃദയം തീരുമാനെടുത്താൽ, ആ തീരുമാനമനുസരിച്ച് കുറച്ച് ദിവസത്തെ പരിശീലനവും നടത്തിയാൽ നമുക്ക് മാറ്റം ഉണ്ടാവും. പണ്ടൊരാള് സിഗരറ്റ് വലി നിർത്തി. എങ്ങനെ? ജനുവരി 1 അന്ന് ഒരു കൊള്ളി മുറിച്ചിട്ടിട്ട് പറഞ്ഞു, ഈ കൊള്ളി മുറി കൂടുന്നവരെഞ്ഞ് വലിക്കൂല. പിന്നെ ഓൻ വലി തുടങ്ങി എന്നാൽ നിങ്ങൾ ജനുവരി 2 അത്ര ആ നിർത്തലിന് ആയുസുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. റിയാളത്തും മുതബത്തിലാണ്. കുറെ ദിവസത്തെ പരിശീലനം കൂടെ വേണം. തീരുമാനവും പരിശീലനവും ഇല്ലാഞ്ഞാല് അത് പൊളിഞ്ഞു പോകും. പരിശുദ്ധ റമളാനിലെ നോമ്പും മറ്റ് കർമ്മങ്ങളും നമുക്ക് തരുന്നത് ഈ പരിശീലനാണ്. നിങ്ങൾ നോക്കൂ, നോമ്പിന്റെ 2 ഫർളല്ലേ നോമ്പിനുള്ളൂ. അതിലെ ഒന്നാമത്തെ ഫർള് തന്നെ നിയ്യത്ത് വെക്കലാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖസ്ദു ബിൽ ഖൽബി അൽ മുഖ്തരിനു ബിൽ ഫീലിന. ഒരു കാര്യത്തോട് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഹൃദയം കൊണ്ടുള്ള നിയ്യത്ത്, കരുത്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. മനസ്സ്, ഹൃദയം തീരുമാനിക്കുക, ഞാൻ നാളെ നോമ്പെടുക്കാണ്. എന്നാൽ എന്തൊക്കെ ശീലങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇപ്പൊ ശഅബാൻ മാസത്തിലെ നമ്മളെ ശീലം എന്താ? ചില ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വായ കഴുകണേന് മുമ്പ് ഒരു ഗ്ലാസ് ചുടുവെള്ളം കിട്ടേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ കട്ടൻ ചായ കിട്ടണം. എന്തിനാണ്? ടോയ്ലറ്റിൽ ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇതങ്ങോട്ട് പോകണം. വേറെ ചിലർക്ക് ചുടുവെള്ളം വേണ്ട, കയ്യിൽ ഒരു ചൂട്ട് കത്തിച്ചാൽ മതി. ഇതുമായിട്ട് ഇങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് കുറച്ചിങ്ങനെ വലിച്ചിട്ട് ആ ചുമരുമലൊക്കെ തുപ്പി നിറച്ചാൽ അയാൾക്ക് ഇത് പോകും. വേറെ ചിലർക്ക് പുക വേണ്ട, കുറച്ച് പുകയിലെ അടയ്ക്കൊക്കെ പാട് ഇടിച്ചിട്ട് അത് തൊള്ളയിലിട്ട് എന്ന് പറഞ്ഞാലേ സംഭവം ഉണ്ടാവുള്ളൂ. ഓരോരുത്തരുടെ ശീലാണ്. മറ്റു ചിലർക്ക് അവരെ പോക്കറ്റിൽ ഒരു ഡബ്ബ ഉണ്ടാവും, അതിനൊരു പോങ്ങ കയ്യിലേക്ക് തട്ടിയിട്ട് ഒരു മൂക്കിന്റെ ഓട്ട അടച്ചു പിടിച്ചിട്ട് ഒരു ബലിയുണ്ട്. എന്നിട്ട് 2 തുമ്മല് തുമ്മിയാ വല്ല റോക്കറ്റ് യാത്ര നടത്തിയ സുഖ. അങ്ങനത്തെ ശീലവരുണ്ട്. രാവിലെ നീച്ചിട്ട് ആദ്യത്തെ കർമ്മം ഇത് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരെ ദൈനംദിന ഇതൊക്കെ ഹറാമാണെന്നോ മറ്റാണെന്നെല്ലാം പറയണേ, നമ്മളെ ശീലങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഒരു 8 മണിന്റെ മുമ്പ് ഒരു നാസ്ത കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പണിയും ശഅബാൻ മാസത്തിൽ എടുക്കാൻ നമുക്ക് കഴിയില്ല. കൈക്കോട്ടെത്താൻ കഴിയില്ല, പീടികയിൽ ഇരിക്കാൻ കഴിയില്ല, മദ്രസ എടുക്കാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. പിന്നെ ഒരു 11 മണിന്റെ ഉള്ളിലായിട്ട് കുറച്ച് കഞ്ഞി ഒരു കായക്കറിയൊക്കെ ശീലാക്കിയ ആൾക്കാർ വേറെ. 1:30 കഴിയണേന് മുമ്പ് ഉച്ചച്ചോറ് കിട്ടിയില്ലെങ്കിൽ ചോർന്നിട്ടില്ല അതെന്നേക്കും വിഷയം. ചോർന്നിട്ടില്ല 11 മണിക്ക് പോളയും പോത്തൊക്കെ തിന്നണം. എന്നാലും 1:30 മണിയാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു വല്ലാത്ത അങ്കലാപം. അസർ നിസ്കാരം കഴിഞ്ഞാലോ നിസ്കരിച്ചാ കുടുങ്ങി, കട്ടൻ ചായ നിർബന്ധം. നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് വേണ്ട? കട്ടൻ ചായ, അല്ലെങ്കിൽ തലവേദന. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു കട്ടൻ ചായ ഇട്ടില്ലെങ്കിൽ ഒരു തലവേദന.
ഇങ്ങനെ 100 തരത്തിലുള്ള ശീലങ്ങൾ നമ്മളൊക്കെ ശീലിച്ചിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ നമുക്ക് മാറ്റിവെക്കാൻ കഴിയൂല. പക്ഷെ റമളാൻ മാസായാൽ എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നു? അതാണ് നവൈതു. ആരാ പറയുന്നത്? നമ്മളെ ഹൃദയം. ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, സൗമഗദിൻ, നാളെ നോമ്പെടുക്കുകയാണ്. ഹൃദയമാകുന്ന ശരീരത്തിന്റെ രാജാവ് തീരുമാനിച്ചാൽ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. വ ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു. ഹൃദയം ഫാസിദായി പോയാൽ ശരീരം മുഴുവനും കേടുവന്നു പോകും. ആ ഹൃദയത്തെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന, തീരുമാനമെടുപ്പിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ റമളാനിൽ നടക്കുന്ന നോമ്പ്. അങ്ങനെ രാത്രി ഹൃദയം തീരുമാനെടുത്തപ്പം രാവിലെ വയറതാ പറയുന്നു, വേണ്ട, ഇങ്ങോട്ട് ചുടുവെള്ളം കിടത്തി വിടണ്ട, ഇവിടെയുള്ള വേസ്റ്റുകളെ ഞാൻ അല്ലാതെ തന്നെ പുറത്തെത്തിച്ചോളാം. ചുണ്ട് പറയുന്നു, വേണ്ട, വീടി വേണ്ട, സിഗരറ്റ് വേണ്ട, പുകയില വേണ്ട, വെറ്റില വേണ്ട, രാവിലെ നാസ്ത വേണ്ട, 10 മണിക്ക് കഞ്ഞി വേണ്ട, ഉച്ചക്ക് ഊണ് വേണ്ട. കൈക്കോട്ടുമായി പോകുന്ന കർഷകന് യാതൊരു പ്രയാസവുമില്ല, മദ്രസയിലേക്ക് പോകുന്ന അധ്യാപകന് ബുദ്ധിമുട്ടില്ല, കച്ചവടക്കാരന് പ്രയാസമില്ല, പ്രസംഗത്തിന്റെ പീഠത്തിൽ തന്നെ വെള്ളത്തിന്റെ വലിയ ഒരു ക്യാന് തന്നെ കൊണ്ടുവച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകന് റമളാനായാൽ ഒരു തുള്ളി വെള്ളമില്ലാതെ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നതിനൊരു പ്രയാസമില്ല. എന്തുകൊണ്ട്? ഖൽബ് തീരുമാനിച്ച ബാക്കിയുള്ളവരോട്ട് അംഗീകരിക്കും. മനസ്സെന്നാണ് എന്ത് വരേണ്ടത്? മാറ്റം വരേണ്ടത്. അത് നമ്മളെ പ്രായോഗികമായി പഠിപ്പിക്കണമെങ്കിൽ നോമ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കാൻ പറ്റൂല. കുറെ ദിവസം നീണ്ടുക്കുന്ന പരിശീലനം കിട്ടണം. അതിനാണ് അല്ലാഹു തആല ഒരു മാസം നോമ്പ് വെച്ചത്. ഈ നോമ്പിലൂടെ നമുക്കിതാ വേണമെന്ന് കരുതിയാൽ ഞാൻ ശീലിച്ച ഏത് തിന്മയും എനിക്ക് വലിച്ചെറിയാൻ കഴിയും എന്ന കൃത്യമായ ഒരു സന്ദേശം 30 ദിവസം കൊണ്ട് നോമ്പ് നമുക്ക് തരും. ഞാൻ ശീലിക്കാത്ത ഏതൊക്കെ നല്ല ശീലങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് വിചാരിച്ചാൽ സാധിക്കും എന്ന പാഠവും നമുക്ക് നോമ്പ് പകർന്നു തരും. റമളാൻ കഴിയുന്നതോടെ ഒരു പുതിയ മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ റമളാനിനെ നേരിടുമ്പോൾ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഞാൻ സംസ്കരണത്തിന് വേണ്ടി സന്നദ്ധനാണ്. ഈ പരിശീലന കളരിയിൽ ആദ്യാന്തം പങ്കെടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഈ നിമിഷത്തിൽ അള്ളാഹനെ മനസ്സിൽ കരുതി നമ്മളൊക്കെ തീരുമാനിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആലോചിച്ചു, ഇപ്പം ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാതെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് നിയ്യത്താക്കി വലിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അത് അങ്ങ് പെട്ടുപോയതാണ്. മനസ്സ് പറയുന്നത് ഇതൊക്കെ ഒന്ന് നിർത്തണം, എന്നാ ഒന്ന് അടങ്ങി കടന്നുറങ്ങാൻ. ഇപ്പം പൊരയില് നായിനെ പോറ്റേണ്ട ആവശ്യമില്ല, വാപ്പന്നെ മതി. നേരം വെളുക്കണരെ കുരക്കാണെന്ന്. കാരണം വലിച്ച ആൾക്കാർക്കൊക്കെ അതിന്റെ സങ്കടം. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറാൻ പൂതില്ലാഞ്ഞിട്ടല്ല, അതടക്കം നമുക്ക് മാറ്റാൻ പറ്റും. റമളാൻ വരാൻ പോകുന്ന റമളാൻ ഒരു പക്ഷേ ചുരുങ്ങിയത് 14 മണിക്കൂറായിരിക്കും നമ്മളെ പകല് നോമ്പ്. സുബൈ മുതൽക്ക് മഗ്‌രിബ് വരെ 14 മണിക്കൂറുണ്ടാവും. ബാക്കി എത്ര ഉള്ളത്? ഒരു ദിവസത്തില് 10 മണിക്കൂറാണ്. 14 മണിക്കൂർ വരെ സിഗരറ്റ് വലിക്കാതെ അതിനെ ഒഴിവാക്കിയ നമുക്ക് ഒരു 10 മണിക്കൂറും കൂടി ക്ഷമിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂലേ? നടക്കും. പക്ഷെ നമ്മളിപ്പം വിചാരിച്ചു വെച്ചെന്താ, സിഗരറ്റും ബാക്ക് ഇങ്ങനെ അവിടെ വെച്ചിട്ട് പറയാ, കിടക്കുക അവിടെ മരുവാങ്കോട് കൊടുക്കട്ടെ, കാണിച്ചു തന്നെ ഞാൻ മരുവാൻ കൊടുത്തതിന് ശേഷം ഒന്നുമൊന്ന് മറ്റേമൊക്കെ പിടിപ്പിച്ചിട്ട് പകല് കളായതൊക്കെ അതിനേശം ഇശാന്റെ ഇടയിലാണ് കളാവ് കൂട്ടി തീർക്കുകയാണ്. ഒരു തീരുമാനം കൂടി നമ്മൾ എടുത്തു വെക്കുക, ഒരു 10 മണിക്കൂർ കൂടിയും ക്ഷമിക്കുകയാണെന്ന്. അത് കഴിഞ്ഞ് അടുത്ത ദിവസവും അങ്ങനെ 30 ദിവസം ഇത് പൂർണ്ണമായി അങ്ങോട്ട് മാറ്റിവെക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഭൗതികമായി നമുക്ക് അപകടം ഉണ്ടാക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ആത്മീയമായി നമ്മളെ തകർക്കുന്ന തിന്മകളിൽ നിന്നും ഒന്നിച്ച് മുക്തരായി പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനാകാൻ ഈ റമളാൻ നമുക്ക് കാരണമായി തീരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ റമളാനിന്റെ നോമ്പ്,
നോമ്പിന്റെ ഒന്നും മസാലകൾ ഞാൻ പറയുന്നില്ല, മുന്നൊരുക്കാണ്. നമ്മൾ ഒരു തീരുമാനം എടുക്കുക, ഈ കൊല്ലത്ത് ഒരൊറ്റ നോമ്പും ഇൻഷാ അല്ലാഹ് ഒഴിവാക്കൂല. കാരണം ഒരു പരിശീലന കളരിയിൽ പങ്കെടുക്കുമ്പോ അതിന്റെ എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യണം. ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ബാക്കി ഒഴിവാക്കിയാൽ അവസാനം സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ നമ്മൾ എടുക്കൂല. പട്ടാളത്തിലേക്കുള്ള ക്യാമ്പ് ഉണ്ടാവലുണ്ട്. ആ ക്യാമ്പിൽ ആദ്യം തന്നെ 10,000 കിലോമീറ്റർ ഓടാനാ പറഞ്ഞതെങ്കിൽ അത് ഓടി, പിന്നെ ചാടാൻ പറഞ്ഞപ്പോ ഞാൻ ചാടൂല അറിഞ്ഞാലോ, എന്നാ ഓനെ പട്ടാളത്തിലേക്ക് എടുക്കൂല. ഇതേപോലെ നോമ്പിയാ നോറ്റുള്ള തറാവി ഞാൻ ഉണ്ടാവില്ല അറിഞ്ഞാല് കൂട്ടൂല. എല്ലാ വിഷയത്തിലും പങ്കെടുക്കണം. ഇതൊരു കളരിയാണ്, പരിശീലനമാണ്. അതിന്റെ മുഴുവൻ ഐറ്റംസും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിജ്ഞ എടുക്കണം. നോമ്പ് ഒറ്റ ഒന്നും ഒഴിവാക്കൂല എന്ന് തീരുമാനിക്കുക. അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഞാൻ എന്തിനാ അത് പറയുന്നത്? കുറച്ച് പ്രായമുള്ള ആളുകൾ, പിന്നെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ ഇങ്ങനെ ചിലപ്പം സ്വകാര്യം പറയുമ്പം പറയും, എന്താ ഇപ്പൊ കൊല്ലത്തെ നോമ്പാകുക എന്ന് പറയാൻ പറ്റൂല. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, രാവിലെ 4 ഗുളിക, ഉച്ചക്ക് 8 എണ്ണം, വൈകുന്നേരം 10 എണ്ണം, ഇതൊക്കെ കഴിച്ചെങ്ങനെ നോമ്പ് വിൽക്കുക? അല്ലാഹു ആലം. ഇങ്ങനെ ബേജാറായി നിൽക്കാൻ പാടില്ല. ബേജാറായി കളിച്ചാൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. നമ്മളൊരു പുഴയിലേക്ക് നീന്താൻ ചാടുന്നത് പോലെയാണ്. പുഴയിലേക്ക് നീന്താൻ ചാടുകയാണ്, അക്കരെ പറ്റണം. ഒരുത്തൻ ചാടുമ്പോ നീയത്താക്കി എന്താന്ന് അല്ലാഹു ആല, അക്കരെത്തുന്ന യാതൊരു ഉറപ്പില്ല എന്ന് പറഞ്ഞ് ചാടിയാൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പള്ളർച്ചും വെള്ളം കുടിച്ചവനും മരിക്കാം. കാരണം നടുവരാട് നീന്തിയാ പിന്നെ അങ്ങനെ നോക്കുക, അത് അവിടേക്ക് ഏതായാലും എത്തുക. പിന്നെ ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് എത്തുവോ? അവിടെ എത്തൂല. നഞ്ഞയുടെ നല്ലത് അവിടെ അടുത്താകുക. അങ്ങനെ സംഭവിക്കുക. അതേ സമയത്ത് നമ്മൾ ചാടുമ്പോ എന്താ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്? ഒരു പ്രയാസമില്ല, അക്കരത്തും എന്ന ധൈര്യത്തിലാണോ ചാടിയത്? ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് അക്കരത്താൻ കഴിയും. ഇതുപോലെ റമദാനിൽ ഇറങ്ങുമ്പോ മനഃശാസ്ത്രജ്ഞർ പറയാറുണ്ട്, പൂച്ച ഒരിക്കൽ പോലും എലിയെ ഓടിച്ചിട്ട് പിടിക്കാറില്ല. അത്രേ, ഒളിഞ്ഞിരുന്ന് പിടിക്കുക ചെയ്യാം. ഓടിച്ചു പിടിക്കാം ആർക്ക് കഴിയൂല? പൂച്ചക്ക് കഴിയൂല, എലിനെ കിട്ടൂല. കാരണം എന്താ? പൂച്ചയേക്കാൾ വലിയ ഓട്ടക്കാരനായതാണോ കാരണം? എലി അല്ല, എലിന്റെ ചെറിയ കാലല്ലേ. പൂച്ച എന്ത് സ്പീഡിൽ ഓടും, നിങ്ങൾ കാണില്ല ചില സമയത്ത് ഓടുന്നു. പിന്നെന്താ വ്യത്യാസം? ഈ എലിയും പൂച്ചയും ഓടുമ്പം അവരെ മനോഭാവത്തിൽ വ്യത്യാസം. എലി ഓടുന്ന എന്തിനാ? പൂച്ച വരുമ്പോ ക്യാൻറ്റീനിൽ വായണമായിര അല്ല, എലി ഓടുന്നത് ജീവൻ രക്ഷിക്കാനാണ്, അല്ലേ? പൂച്ച കൊണ്ടുവന്നതോ അത് ക്യാൻറ്റീനിൽ പോണമാതിരിയാണ്, കിട്ടിയാ തിന്ന, അല്ലേ? എലിനെ കിട്ടിയാ തിന്ന എന്ന മനസ്സോടുകൂടെയാണ് പൂച്ച ഓടുന്നത്. അപ്പൊ അങ്ങനത്തെ ക്യാൻറ്റീനിൽ നമ്മളോട് പാഞ്ഞൂടുവോ? തലാട് പോയി ഇടിക്കുവോ? അന്നില്ല. മുന്നിൽ എത്തി കിട്ടിയാല് എത്തി എന്നുള്ള ആൾക്കുള്ള ഒരു തിരക്കും തിക്കൊക്കെ അങ്ങോട്ട് കൂട്ടുള്ളൂ. അതേ സമയത്ത് ഭൂകമ്പം വരുന്നു എന്ന് പറഞ്ഞാലോ എങ്ങനെ നമ്മൾ ചാടും? ജനാലിന്റെ ഉള്ളിലൂടെ ചാടും നമ്മൾ, അല്ലേ? ഓടിട്ട് അപ്പുള്ള ഓട്ടത്തിന്റെ സ്പീഡ് ക്യാൻറ്റീനിൽ വെള്ളടിച്ചാലുള്ള ഓട്ടത്തിന് ഉണ്ടാവൂല. ഇതുകൊണ്ട് തന്നെ പൂച്ചക്ക് ഒരിക്കലും എലിനെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയൂല. മനസ്സിലുള്ള നിയ്യത്തനുസരിച്ചാണ് നമ്മളെ കാര്യങ്ങൾ നേടാൻ കഴിയുക. അതുകൊണ്ട് റമളാൻ വരുമ്പോ ഈ നോമ്പ് ഒഴിവാക്കുന്ന പ്രശ്നമല്ല, അത് മുഴുവനും എടുത്ത് ഈ പരിശീലന മാസത്തിലെങ്കിലും സ്വർഗത്തിന്റെ റിക്രൂട്ട്മെന്റിൽ എനിക്ക് അംഗത്വം ലഭിക്കണം എന്ന ദൃഢനിശ്ചയം വേണം. കാരണം റമളാനിലെ ഒരു നോമ്പെങ്ങാനും നമ്മൾ കളാക്കിയാൽ അതിന് പകരം വേറെ എത്ര നോമ്പ് കളാവ് കിട്ടിയാലും അതിന് തുല്യാവൂല. പിന്നെ കളാവ് വീട്ടല് ഒരു കണക്കെന്നുള്ളൊക്കെ നമ്മൾ വീട്ടണം എന്നേ ഉള്ളൂ. പക്ഷേ അത് റമളാനിൽ നോക്കുന്നത് പോലെ ആവൂല അല്ലാത്ത മാസത്തിലെ കളാവ് കിട്ടിയാൽ. അത് നമ്മൾ ഒന്നാമതായി തീരുമാനിക്കുക. രണ്ടാമതായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആ പ്രസംഗത്തിൽ, വസനന്തു ലക്കും ഖിയാമാ, പരിശുദ്ധ റമളാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹ് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയിരിക്കുന്നു. നോമ്പ് അല്ലാഹ് ഫർളാക്കി, നിസ്കാരം ഞാൻ സുന്നത്താക്കി. അതുകൊണ്ട് റമളാനിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക നിസ്കാരമുണ്ട്, അത് തറാവീഹ. ബിദ്അത്തുകാര് പറയുന്നത് പോലെയല്ല.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ. ആരെങ്കിലും റമളാനിൽ തറാവീഹ് എങ്ങനെ നിസ്കരിച്ചാൽ എന്നാ പറഞ്ഞത്? ഈമാനൻ. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് എന്നുള്ളത് മാത്ര അല്ല, അത് റമളാനിലെ ഒരു പ്രത്യേക ഇബാദത്താണ് എന്ന വിശ്വാസവും കൂടി വേണം. ആ വിശ്വാസത്തോടെ റമളാനിലെ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് അവനെ ശുദ്ധീകരിക്കും. ബിദ്അത്തുകാര് പറയുന്നത് എന്താ? അത് റമളാനിൽ മാത്രം അങ്ങനെ നിസ്കാരമൊന്നുമില്ല, അതെല്ലാ ദിവസവും ഉള്ള തഹജ്ജുദ്, വിത്ർ, ഖിയാമുൽ ലൈൽ എന്നെല്ലാം പറയണ നിസ്കാരം ഏതോ അത് തന്നെയാണ് നോമ്പിനുള്ള നിസ്കാരം. റമളാനിൽ അങ്ങനെ പ്രത്യേക നിസ്കാരമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നിസ്കരിച്ച് എന്നാൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഈ പറഞ്ഞ നേട്ടം ഉണ്ടാകും. അത് റമളാന്റെ സ്പെഷ്യൽ പരിശീലന. അതുകൊണ്ട് തന്നെ തറാവീഹ് 20 റക്അത്ത് അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കണം. അത് ഈ ക്യാമ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, റമളാനിലെ തറാവീഹ് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു യാത്രയും നമ്മൾ റമളാനിൽ പരമാവധി നടത്താതിരിക്കുക. സ്വലാത്ത് ഹൽക്കകൾക്ക് പോകണം, ദിക്റിന് പോകണം. പക്ഷേ ഈമാനുള്ള മുഅ്മിനീങ്ങൾ എന്ത് ചിന്തിക്കണം? ആ യാത്രക്കിടെ എനിക്ക് തറാവീഹ് എവിടെ നിന്ന് കിട്ടും? അത് ആസൂത്രണം ചെയ്യണം. അത് ആസൂത്രണം ചെയ്യാതെ ദിക്റും സ്വലാത്തും ദുആഒക്കെ എല്ലാ മാസത്തിലും ഉണ്ടാവും. പക്ഷേ തറാവീഹ് റമളാനിൽ മാത്രമല്ല, റമളാനിലെ സ്പെഷ്യൽ പരിശീലന പരിപാടിയായ തറാവീഹ് ഒഴിവാക്കിയിട്ട് ഒരു സ്വലാത്ത് ഹൽക്കയിലേക്ക് നമ്മൾ പോകരുത്. സ്വലാത്ത് ഹൽക്കയിലേക്ക് പോകണം, എന്തും കിട്ടണം, തറാവീഹും കിട്ടണം. അങ്ങനെ ആയിരിക്കണം പോകേണ്ടത്. തറാവീഹ് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള വലിയ നോമ്പുതുറ സംഘടിപ്പിക്കരുത്. നോമ്പ് തുറപ്പിക്കണം, തറാവീഹ് നഷ്ടപ്പെടരുത്. അങ്ങനെയാണ്. ഇത് റമളാനിലെ സ്പെഷ്യലാണ്. അതുകൊണ്ട് ആദ്യത്തെ തറാവീഹ് മുതൽക്ക് തന്നെ പലർക്കും ഒന്നാമത്തെ തറാവീഹ് നഷ്ടപ്പെടും. കാരണം എന്താ? തറാവീഹ് നിസ്കാരം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങും. അല്ലെ? ഇന്നിപ്പോ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തറാവീഹ് കേൾക്കണ്ടേ? നാളത്തെ നോമ്പ് വെച്ചിട്ടല്ല. അപ്പൊ ആദ്യത്തെ ദിവസം അത് ഞാൻ അടക്കട്ടെ, നാളെ മുതൽക്ക് നമുക്ക് എന്താക്കാം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള തറാവീഹ് മുതൽക്ക് തുടങ്ങാം എന്ന് കരുതരുത്. കാരണം ഒരു പരിശീലനത്തിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അടുക്കുക, എന്നാ നമ്മൾ വിജയിക്കാതിരിക്കൂല. അതുകൊണ്ട് മാസം കണ്ടു എന്ന് കേട്ടാൽ വേഗം അന്ന് പീടിക പൂട്ടണമെങ്കിൽ പൂട്ടി പെട്ടെന്ന് നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി വരണം. അന്ന് മുതൽക്ക് തുടങ്ങി അവസാന ദിവസം വരെയുള്ള തറാവീഹിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുത്താൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് അർഹരാണോ എന്ന് അള്ളാഹു പരിശോധിക്കുന്ന ഈ ക്യാമ്പിലെ അംഗങ്ങളിൽ നമ്മൾ പെടുകയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. തുടർന്ന് അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നത് ഇത് പുണ്യങ്ങളെ കൊയ്ത്ത് കാലമാണ്. നോമ്പും തറാവീഹും മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ റമളാനിനെ വെറുതെ വിടരുത്. അവിടുന്ന് പറഞ്ഞു, മൻ അദ്ദാ ഫീഹി ഖസ്ലത്തൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാ. ഈ വരാൻ പോകുന്ന റമളാനിൽ ഒരു പുണ്യകർമ്മത്തെ ആരെങ്കിലും ചെയ്താൽ, സുന്നത്തായ ഒരു ചെറിയ കാര്യം ചെയ്താൽ, അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതുപോലെയുള്ള കൂലിയാണ് റമളാനിൽ അല്ലാഹു കൊടുക്കുന്നത്. വമൻ അദ്ദാ ഫീഹി ഫരീള, റമളാനിൽ ഒരു ഫർളായ സംഗതി ആരെങ്കിലും ചെയ്താലോ, കാന കമൻ അദ്ദാ 70 ഫരീളത്തൻ ഫീമാ സിവാ, ഇതര മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലി റമളാനിലെ ഒരു ഫർളിന് മാത്രം അല്ലാഹു കൊടുക്കുന്നു. അതുകൊണ്ട് പുണ്യങ്ങളെ കൊയ്ത്ത് കാല. എന്തിനാ ഇത് നബി തങ്ങൾ പറയുന്നത്? നമ്മൾ ഇവിടെ വന്നത് അതിനാ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് തിന്മയേക്കാൾ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. ആ പുണ്യകർമ്മങ്ങൾക്ക് ഡിസ്കൗണ്ട് അനുവദിക്കുന്ന, ഇരട്ടിക്കരട്ടി കൂലി അനുവദിക്കപ്പെട്ടിട്ടുള്ള, മോഡറേഷൻ മാർക്ക് തരുന്ന മാസമാണ് റമളാൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പറ്റം പുണ്യകർമ്മങ്ങളുടെ ചാർട്ട് ആ പ്രസംഗത്തിൽ പ്രദർശിപ്പിക്കുകയാണ്. ആദ്യമായി അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഫമൻ ഫത്തറ സ്വാഇമാ, ഇത്രയേറെ പുണ്യങ്ങളുള്ള ഈ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ
അവൻ എന്തൊക്കെയാണ് കൂലി കിട്ടുന്നതെന്നറിയുമോ? നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഒരു വെടിക്ക് എത്ര പക്ഷിന്നാ കേട്ടത്? 2 പക്ഷിന്നാ കേട്ടോളി. ഒരു വെടിക്ക് 3 പക്ഷി. ഏതാണത്? കാന മഗ്ഫിറത്തൽ ലിദുനൂബി വഇത്ഖ റഖബതിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. ഒരു നോമ്പുകാരനെ റമളാനിൽ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ 3 നേട്ടങ്ങളാണ്. അതിലൊന്നാമത്തത് കാന മഗ്ഫിറത്തൽ ലിദുനൂബി, ചെയ്തു പോയ പാപങ്ങളെയൊക്കെ അല്ലാഹ് അത് കാരണം മായ്ച്ചു കളയും. രണ്ടാമത്തേത് വഇത്ഖ റഖബതിഹി മിനന്നാർ, നരകത്തിന്റെ ലിസ്റ്റിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അത് മായ്ച്ച് സ്വർഗ്ഗക്കാരിൽ നമ്മളെ പെടുത്തും. മൂന്നാമത്തേതോ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ, നമ്മളെ ഭക്ഷണം കഴിച്ച് എത്ര ആള് നോമ്പ് തുറന്നോ അവരെയൊക്കെ നോമ്പിന്റെ കൂലി നമ്മൾക്ക് തരും, അവരുടേത് ഒട്ടും കുറക്കാതെ. നോക്ക് നിങ്ങൾ, എന്തൊരു വലിയ നേട്ടാണ് നോമ്പ് തുറപ്പിക്കുന്നതിന്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇൻഷാ അല്ലാഹ് റമളാന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഒരു നിയ്യത്ത് കൽബിൽ വെക്കുക. ഈ റമളാനിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു 100 പേരെങ്കിലും എനിക്ക് നോമ്പ് തുറപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചില ആൾക്കാർക്ക് ആമീനൊരു ആവേശം കാണുന്നില്ല. 100 എന്ന് കേട്ടിട്ട് 100 ആണ് ഇപ്പൊ നമുക്ക് നടക്കൂല എന്ന് മനസ്സ് പറയാണ്. ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല പറഞ്ഞത്, 30 ദിവസത്തെ പരിപാടിന്റെ ഇടയിൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ 100 പേർക്ക് നോമ്പ് തുറ ഒരുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതിനെന്ത് വേണം? നമ്മൾ മുന്നൊരുക്കം നടത്തണം, പ്ലാനിങ് വേണം, പദ്ധതി തയ്യാറാക്കണം. ഒരാസൂത്രണവും ഇല്ലാതെ റമളാനിലടി ചെന്നാലോ അവസാനം തിരിഞ്ഞു നോക്കിയാ പറയാം എത്ര പെട്ടെന്നാലേ പോയത്, റമളാൻ ഇന്നലെ വന്ന അല്ല. റമളാന്റെ അവസാനത്തെ നമ്മളൊരു ദിക്ർ പതാ എല്ലാരും പറയും എത്ര പെട്ടെന്നാലേ വന്നമായി എന്നോട് പോയി. പിന്നെന്താ ഉണ്ടായത്? 2 കിലോ തൂക്കം കൂടി. കാരണം നമ്മൾ രാത്രി തീറ്റ മത്സരമായിട്ട് നടത്തി, അത്തായം മുത്തായം പിത്തായം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം സുബൈന്റെ ബാങ്കിന് മൈക്ക് ഓണാക്കുമ്പോ ഒരു പയത്തോടും കൂടി മുണിങ്ങാണ്. ഇനി ബേജാറൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ തിന്നിട്ട് റമളാന്റെ അവസാനം തൂക്കി വയ്ക്കാൻ കനം കൂടുക ചെയ്യുന്നത്. ഇതാ ഉണ്ടാകുക. എന്തു വേണം? നേരത്തെ ഒരു പ്ലാൻ ചെയ്യാം. ഒരു 100 ആളെ നോമ്പ് തുറപ്പിച്ചാൽ 100 നോമ്പിന്റെ കൂലിയല്ലേ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പാപമോചനം, നരകത്തിൽ നിന്നുള്ള വിമോചനം, ഇതെല്ലാം ലഭിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ 100 പേരെ നോമ്പ് തുറപ്പിക്കാൻ കഴിയും? നമ്മൾ ആലോചിക്കാം. 100 ആളെ ഒരു ദിവസം വിളിച്ചിട്ടുള്ള പെരുന്തുറ ആരും സംഘടിപ്പിക്കരുത്. അത് സംഘടിപ്പിച്ചാൽ എന്താ പ്രശ്നം? ചിലപ്പോ അന്ന് തറാവിയും കേൾക്കാൻ കഴിയൂല. അതൊക്കെ പാടാക്കി ആകെ ക്ഷീണിച്ച് വിഷമിക്കും. പിന്നെന്ത് ചെയ്യാം? നമ്മളൊക്കെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കും. റമളാനിൽ എല്ലാവരും നോമ്പ് തുറ പുരയിലുണ്ടാക്കുന്നുണ്ട്. ആ നോമ്പ് തുറ ഉണ്ടാക്കി തന്നെ നമ്മളെ പുരക്കാര് തിന്നാലും ഒരു 2ഓ 3ഓ ആക്കൊക്കെ തിന്നാളും ബാക്കി ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക, ഇൻഷാ അല്ലാഹ് റമളാനിലെ ഓരോ ദിവസവും ഒരാളെയെങ്കിലും ഞാൻ വീട്ടിലേക്ക് നോമ്പുറക്ക് കൊണ്ടുപോകുന്ന തീരുമാനിക്കും. അതിന് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് നല്ല സൗകര്യം റമളാനിൽ ഉണ്ടാവില്ല അവിടെ അല്ലേ? കുട്ടികളൊക്കെ ദർസുള്ളോടത്ത്, അതുപോലെ ടൗൺ ഏരിയയില് അവിടെയൊക്കെ പള്ളി ചെന്നാൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. മോന്നിന്റെ കൂടെ പോരണം. അതൊരാഗ്രഹമായിരിക്കും. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ 4ഉം 5ഉം മൈല് നടന്നിട്ട് ഒരതിഥിയെ തേടി പിടിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരാളെങ്കിലും കൊണ്ടുപോകാം. ഇത് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും കിട്ടും. ആഗ്രഹം ഉണ്ടായാൽ ആളെ നമ്മളെ തേടി വരും. അതിന് ആഗ്രഹം ആദ്യം. അങ്ങനെ 30 ദിവസവും ഒരാളെങ്കിലും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ കണക്ക് വെക്കണം. പിന്നെ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ മോനിലെ ഓന്റെ കൂടെ മദ്രസ പഠിക്കുന്ന 8 കുട്ടികളുണ്ട് ഓന്റെ ക്ലാസ്സിൽ. ഒരു ദിവസം മോനോട് പറയാം, എന്റെ ക്ലാസ്സിൽ എന്റെ ചങ്ങായിമാരിൽ 5-8 ആള് ഓലജി തിങ്കളാഴ്ച നോമ്പർക്ക് ഇങ്ങോട്ട് വിളിച്ചു. നിങ്ങളെ മോൻ എന്തൊരു സന്തോഷമായിരിക്കോ. എനിക്ക് കിട്ടിയൊരു പരിഗണന ഈ കാലഘട്ടത്തിന്റെ ഇടക്ക്. പുതിയാപ്പളാരൊക്കെ വാപ്പിമ്മയൊക്കെ പലരെയും വിളിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഇതാദ്യമായിട്ട്. ഓൻ അന്ന് തന്നെ പെരുന്നാളായിരുന്നു. അങ്ങനെ കുട്ടികളെ ഇരുത്തി എന്നിട്ട് വരടാ തിങ്കളാഴ്ച നോമ്പുറക്കിന്റെ അവിടെ എല്ലാവരും വരണം.
കാര്യത്തിലടാ വരണം, ആ കാര്യത്തിൽ തന്നെ കുട്ടികളൊക്കെ ഉറപ്പിച്ചു. കുട്ടികൾ പൊരേ എന്നിട്ട് പറയാ, പിന്നെ തിങ്കളാഴ്ച എനിക്ക് റഫീഖിന്റെ ആടെയാണ് നോമ്പറ, പൊലിച്ചക്ക് വിളിക്കാൻ മറക്കരുതേ, അന്ന് എനിക്ക് നോമ്പ് നിർബന്ധമാണ്. അങ്ങനെ ഓലൊക്കെ നോമ്പ് പറ്റ ആവേശത്തില് അസർ കഴിഞ്ഞാൽ നോമ്പുറന്റെ വീടിന്റെ പരിസരത്ത് നോക്കിയാൽ കാണോട് തോലും ഇങ്ങനെ ഉണ്ടാവും. കാണോടൊക്കെ പറയും നിങ്ങൾക്ക് ഇവിടെ നോമ്പറ, വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ ആ നോമ്പെടുക്കുന്ന കുട്ടികളെ, അതൊരു സൗഹൃദ ബന്ധങ്ങളെ കുട്ടികളുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കാനും നല്ലതാണ്. 8 കുട്ടികൾ അങ്ങനെ നോമ്പുറപ്പിച്ചു. നിങ്ങളെ മകളെ അയൽവാസികളായ കുട്ടികളുണ്ടെങ്കിൽ അവരെയും വിളിക്കാം. പിന്നെ നമ്മളെ ബാപ്പന്റെ ചങ്ങായിമാരുണ്ട്, ബാപ്പ പള്ളിയിൽ വരുന്നതാണ്, ബാപ്പന്റെ കുറെ സുഹൃത്തുക്കളുടെ 5-8 ആൾ, അവരൊരു ദിവസം വിളിച്ചു. വല്യാപ്പന്റെ അല്ലെ വല്യമ്മന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസം. അങ്ങനെ നമ്മൾ ഇടവിട്ട് ഇങ്ങനെ വിളിച്ചു ഒരു 10-50 എണ്ണം അങ്ങനെ തീർന്നു. ഒരു 30 എണ്ണം എങ്ങനെയായി? നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ കൊടുത്തു. പിന്നെ ഒരു 1-2 പുതിയാപ്പിളാർ വരാനില്ലാത്ത വീട് എവിടെങ്കിലും ഉണ്ടാവില്ല. അന്നൊരു പൗപ്പത്താളെ വേറെയും വിളിക്കുക. ഏതായാലും ആഹാരം ഉണ്ടാക്കല്ലേ. അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷകരമായി നമുക്കിതാ 100 പേരെ നോമ്പ് തുറപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല, ഒരതിഥി എങ്ങാനും നോമ്പ് തുറക്കാൻ നമ്മളെ വീട്ടിലേക്ക് വന്നാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖലൽ ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മാ. ഒരു വിരുന്നുകാരൻ ഒരാളെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ 1000 റഹ്മത്താണ് അയാളെ കൂടെ വീട്ടിലേക്ക് വരുന്നത്. എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുക? ഏതായാലും നമ്മൾ തിന്ന് ബാക്കിയാണ്, പിറ്റേന്ന് കഞ്ഞിന്റെ വെള്ളത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഇടുക, ഒരാളെയും കൂടി അതിലേക്ക് കൂട്ടണം. അങ്ങനെ ഒരു നല്ല നിയ്യത്തുണ്ടായി റമളാൻ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നമുക്കൊരു സംതൃപ്തി വരും. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ അവസാനത്തിലാകെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അവസാന ദിവസം അതിങ്ങനെ യാസീൻ ഓതാൻ തോന്നും. അപ്പം തോന്നുന്നു യാസീൻ അപ്പം നല്ലത് സുബ്ഹാനല്ലാഹി വബിഹംദിഹില്ലാലോ എന്ന് തോന്നും. പിന്നെ ഇനിയിപ്പോ എന്തായാലും പള്ളി പോയി തുറന്നാലോ, അങ്ങനെ അവസാനം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ബേജാറാകുക. ഇത് തുടക്കം മുതൽ തന്നെ പ്ലാൻ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യം ആ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ സദസ്സിൽ കുറെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ട്. ഇതുപോലത്തെ മുത്തഅല്ലിമീങ്ങളല്ല, 50, 60, 70 വയസ്സായ 400ഓളം അഹ്ലു സുഫയുടെ ആളുകൾ സ്വഹാബത്ത് അവിടെ ഉണ്ട്. അവര് സങ്കടത്തോടെ ഈ പുണ്യം ഞങ്ങൾക്ക് കിട്ടാൻ എന്താണ് മാർഗം എന്ന നിലക്ക് ചോദിക്കുകയാണ്. ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിമ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരെ, പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവം ഞങ്ങളെ കയ്യിലില്ലല്ലോ, ഞങ്ങൾക്ക് ഈ കൂലി എങ്ങനെ കിട്ടും? അവര് പ്രായോഗികമായി ചിന്തിക്കുക കേൾക്കുമ്പോഴേക്കും. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, യുത്തില്ലാഹു ഹാദ സവാബ, ഈ പറഞ്ഞ പ്രതിഫലം അല്ലാഹു ആർക്കൊക്കെ കൊടുക്കും? മൻ ഫത്തറ സ്വായിമൻ ബിമദഖത്തി ലബനിൻ, ഒരറക്ക് പാല് കൊടുത്തുകൊണ്ട് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചവനും, ഔ തംറത്തിൻ, അല്ലെങ്കിൽ ഒരു കാരക്ക കൊടുത്തു തുറപ്പിച്ചവനും, ഔ ശർബത്തിൻ മിമ്മാ, ഒരു ഇറക്ക് വെള്ളം നൽകി നോമ്പ് തുറപ്പിച്ചവനും ഈ കൂലി ലഭിക്കും. അതുകൊണ്ട് നമ്മൾ തിരക്കിട്ട് ഏതെങ്കിലുമൊക്കെ പള്ളിയിലേക്ക് മഗ്‌രിബിന് മണ്ടി പോകുമ്പോ ഒരു കാരക്കന്റെ വേക്ക് വെറുതെ വാങ്ങുക. ചിലപ്പോ ഏതെങ്കിലും ഒരു യാത്രക്കാർ ഒന്നും കയ്യിലില്ലാതെ ബാങ്കിന്റെ സമയത്ത് പള്ളി കയറിയപ്പോ നമ്മൾ ആ കാരക്കാട് കൊടുക്കാൻ കഴിഞ്ഞാലും ചിലപ്പോ അതുകൊണ്ടായിരിക്കും നമ്മളെ റമളാൻ രക്ഷപ്പെട്ട് കിട്ടുക. ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ശേഷിയുള്ള ആളുകളൊക്കെ ഈ കാരക്ക് കൊടുത്തോ വെള്ളം വാങ്ങിക്കൊടുത്തോ ഒഴിവാകരുത്. അതുകൊണ്ട് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അസ്ബഅ സ്വായിമാ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ വിശപ്പ് മാറുവോളം ഭക്ഷണം നൽകിയിട്ട് നോമ്പ് തുറപ്പിച്ചാൽ സഖാഹുല്ലാഹു മിൻ ഹൗലി, നേരത്തെ പറഞ്ഞ 3 നേട്ടങ്ങൾക്ക് പുറമെ എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹു അവനെ കുടിപ്പിക്കും. ലാ യൽമഉ ബഅദഹു അബദാ, അത് കുടിച്ചാൽ പിന്നെ സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ അവന് ദാഹമില്ല. അല്ലാഹു നമുക്കും ആ ഭാഗ്യം തരട്ടെ. ആത്മാർത്ഥതയോടെ ഈ റമളാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. കുറച്ച് നോമ്പ് തുറയൊക്കെ നമുക്ക് നടത്തണം. നമ്മൾ ഇങ്ങനെ പോയി തുറന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെ തുറപ്പിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശഅബാനില് മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് അരിയും പൊടിയൊക്കെ വേഗം എക്സ്ട്രാ റെഡിയാക്കണം. അപ്പൊ മുന്നൊരുക്കം ഉണ്ടാകുക. നല്ല മഴ ഉണ്ടാവും നോമ്പിന്, അന്ന് അരി പൊടിക്കാനും ഉണക്കാനൊന്നും കഴിയൂല. ഇപ്പം തന്നെ അരിയും മല്ലിയും മുളകും ഒക്കെ റെഡിയാക്കി ഈ പുണ്യത്തിന് വേണ്ടി തയ്യാറെടുക്കുക.
പിന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മുന്നൊരുക്ക പ്രഭാഷണത്തിൽ അവിടുന്ന് പറയുകയാണ്, ഈ മാസത്തിൽ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നെന്താണ്? റമളാൻ മാസമായാൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൽ 2 കാര്യം അള്ളാന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടിത്തരുന്നതാണെങ്കിൽ മറ്റ് 2 കാര്യം വ്യക്തിപരമായി നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. അങ്ങനെയുള്ള 4 കാര്യങ്ങളുണ്ട് റമളാനിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, വഅമ്മൽ ഖസ്ലത്താനില്ലത്താനി തുർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിനെ പൊരുത്തം കിട്ടാൻ പറ്റിയ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഏതാണെന്നറിയുമോ? അന്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്തസ്തഗ്ഫിറൂഹ്. ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലലും 2 ഇസ്തിഗ്ഫാർ ചൊല്ലലുമാണ്. അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് 2ഉം ചൊല്ലിയ പടച്ചോന് വലിയ ഇഷ്ടമാണ്. ഇനി വഅമ്മൽ ഖസ്ലത്താനില്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തത് എന്ന് പറഞ്ഞ 2 കാര്യം ഏതാണെന്നറിയുമോ? അത് അൻ തസ്അലൂഹുൽ ജന്നത വതുഈദൂനഹു മിനന്നാർ, സ്വർഗം അല്ലാഹുവോട് ചോദിക്കുന്നതും നരകത്തെ തൊട്ട് അവനോട് അഭയം തേടുന്നതുമാണ്. അതാണ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഞാൻ അവസാനിപ്പിച്ചു. ആ റമളാന്റെ വാസന ഒന്ന് വരട്ടെ. ചൊല്ലിയാക്കി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. പങ്കെടുത്ത് കിട്ടിയാൽ ഒരു 3 വട്ടം ചെല്ലുക എന്നുള്ളത് അപ്പം നമ്മളെ അവസ്ഥ. റസൂൽ പറയുന്നു അത് പോരാ, ഇത് ധാരാളം വർദ്ധിപ്പിക്കാം. ഇപ്പൊ റമളാൻ ആയാൽ ഒരു തസ്ബീമാലൊക്കെ എല്ലാരും കയ്യിലുണ്ടാകുക. ശബാലിപ്പങ്ങൾ ഒരു തസ്ബീമാലിറ്റ് ഇങ്ങനെ മിന്നി നടന്നാൽ ഇതിപ്പോ ഏതാ തരീക്കത്ത് നോക്കുക ആൾക്കാർ. റമളാനിൽ അതൊന്നും ആരും ചോദിക്കൂല. കാരണം എന്താ? റമളാൻ ആയിക്കഴിഞ്ഞാൽ ആ ജാതി ശൈത്താന്മാരൊക്കെ അറസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് തസ്ബീമാല പിടിക്കുക. മറ്റ് ഇബാദത്തുകളൊന്നും ചെയ്യാത്ത സമയത്ത് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഒരു എണ്ണം വെക്കും, ഒരു 10,000 വട്ടം അത് നേർച്ചയാക്കി വെക്കുക. 10,000 തവണ ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നു നേർച്ചയാക്കിയാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ചൊല്ലി തീർക്കാനുള്ളൂ. അത് ഒന്നിച്ച് ചെല്ലണ്ട, 30 ദിവസത്തിനുള്ളിലായിട്ട് തീർക്കുക. ഇങ്ങനെ ചില അജണ്ടകളൊക്കെ നമ്മൾ തയ്യാറാക്കണം. ഒന്നാമത്തെ 10 റഹ്മത്തിന്റെതും 2 മഗ്ഫിറത്തും 3 ഇത്തഖിന്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ വിശ്വാസങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് ചോദിച്ച് നേടിയെടുക്കണം എന്നാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ അത് നിസ്കാര ശേഷം കുറച്ച് ചൊല്ലി മതിയാക്കാതെ നമ്മളൊരു എണ്ണം വെക്കും, ഒരു 5000 ആദ്യത്തെ 10 അള്ളാഹിന്റെ റഹ്മത്ത് ചോദിക്കണം ആത്മാർത്ഥമായി. അങ്ങനെ നമ്മളൊരു നേർച്ചയാക്കലോ തീരുമാനം ഉണ്ടായാൽ പള്ളിയിലൊക്കെ വന്ന് വയലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കടത്തം, അപ്പോൾ ആ നോമ്പ് ഫാസിദായി പോകുന്ന പലതും നമ്മൾ ഇങ്ങനെ പറയല്. ആ നേരത്ത് ഇതൊരു 5000 പൂർത്തിയാക്കുക. ഇങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്ത് റമളാനു ശരീഫിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ ഒരു തൗഫീഖ് കിട്ടും. അതിനുവേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. വന്യരായ സയ്യിദ് അവറുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ജമലുല്ലൈലി സാദാത്യങ്ങളിൽ നിന്ന് വഫാത്തായി പോയവർ, മറ്റ് സയ്യിദന്മാരിൽ നിന്ന് വഫാത്തായി പോയവർ, അവരെല്ലാവരെയും ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഈ നാട്ടിൽ അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ചൊരിയട്ടെ. ഈ ദർസിനെയും ഈ പരിപാടിയെയും സ്നേഹിക്കുന്ന ഈ നാട്ടിലുള്ളവരും വിദേശ മറ്റ് നാടുകളിലുള്ളവരുമായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ പല മുറാദുകളോടുകൂടെ വന്നവർ, നേർച്ചയാക്കിയവർ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ആരെയും നീ നിരാശരാക്കല്ല അല്ലാ. ദർസിനെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ഈ നാടിനെ ഐക്യത്തിലും യോജിപ്പിലുമായി നീ നയിക്കണേ അല്ലാ. എല്ലാവരെയും മനസ്സ്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഒരുമിപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അവസാനം ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ജനങ്ങളെയും കുടുംബസമേതം നാളെ നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ചുകൂടാൻ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ ബിമഹ്ളി ഫദ്ലിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.